ഗസയിൽ ഇസ്രായേൽ നടത്തിയ വംശഹത്യയുടെയും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളുടെയും ഒക്കെ കണക്കുകളാണ് വി.കെ. സുഹേൽ പങ്കുവച്ചത്. നമ്മോടൊപ്പം ഒരു അതിഥി കൂടി ചേരുകയാണ്. ഡോക്ടർ സന്തോഷ് കുമാർ എസ്. യുദ്ധവും വംശീയ കലാപങ്ങളും ഒക്കെ ദുരന്തം വിതച്ച ലോകത്തിലെ വിവിധയിടങ്ങളിൽ വൈദ്യസേവനം നടത്തുന്ന വ്യക്തിയാണ് ഡോക്ടർ സന്തോഷ് കുമാർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ടും അതുപോലെ എമർജൻസി വിഭാഗം മേധാവിയും ഒക്കെയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് എന്ന രാജ്യാന്തര സംഘടനയുടെ ഭാഗമായിട്ടാണ് ഗസയിൽ പോയത്. ഇപ്പോൾ യുക്രൈനിൽ നിന്നാണ് സന്തോഷ് കുമാർ തത്സമയം ചേരുന്നത്. ഡോക്ടർ, സ്വാഗതം മീഡിയ വൺ പ്രത്യേക പരിപാടിയിലേക്ക്. ഒരു വർഷമാവുകയാണ് ഇസ്രായേലിന്റെ വംശഹത്യ ഗസയിൽ ആരംഭിച്ചിട്ട്. ഒരു വർഷം പിന്നിടുമ്പോൾ 42,000-ഓളം പേരുടെ ജീവനെടുത്തും നിരവധി നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടും ആ യുദ്ധം അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. താങ്കൾ അവിടെ സന്ദർശിച്ച ഒരു വ്യക്തിയാണ്. അവിടെ നേരിട്ട് കണ്ട കാഴ്ചകൾ, ദുരന്ത കാഴ്ചകൾ ഏതൊക്കെയായിരുന്നു? അത് താങ്കളെ എത്രത്തോളം ഇപ്പോഴും അലട്ടുന്നുണ്ട്? അവിടെയുള്ള യാഥാർത്ഥ്യം എന്താണ്? ഞാൻ കഴിഞ്ഞ വർഷം നവംബറിലാണ് ഗസയിലേക്ക് ആദ്യമായിട്ട് പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ ഈ ഒരു യുദ്ധം തുടങ്ങിയിട്ട് ഒക്ടോബർ 7 തുടങ്ങിയ കലാപം അല്ലെങ്കിൽ യുദ്ധം ഏകദേശം ഒരു മാസം എത്തുമ്പോഴേക്കും, നവംബർ 10 എത്തുമ്പോഴേക്കും ഞാൻ അവിടെ എത്തിയിട്ടുണ്ട്. അന്ന് അവിടെ എത്തുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ റഫ എന്ന് പറയുന്ന ഈജിപ്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. റഫയിലേക്ക് ഒരു 10 സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള ഒരു ചെറിയ ഒരു പട്ടണമാണ്. ആ പട്ടണത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ആയിട്ടുള്ള ആൾക്കാർ മുഴുവൻ. അത് അങ്ങേറ്റത്ത് ഈ പറഞ്ഞ നോർത്ത് ഗസയിൽ നിന്നും അടക്കം എല്ലാവരും പലവട്ടം പലായനം ചെയ്ത് അതിങ്ങനെ ഖാൻ യൂനിസിലേക്ക് പോകുന്നു, മിഡിൽ കാസ്റ്റിലേക്ക് പോകുന്നു. അവസാനം എല്ലാവരും റഫയിലേക്ക് എത്തുന്നു. റഫയിലേക്ക് അവിടെ എത്തുമ്പോൾ ഏകദേശം ഏറ്റവും വലിയൊരു ജനസംഖ്യയാണ്. അത് മൊത്തം 2.5 മില്യനുള്ളതിനകത്തൊരു 1.8 മില്യൺ എങ്കിലും അന്ന് ഈ പറയുന്ന റഫയിലാണ് ആൾക്കാർ തിങ്ങിപ്പാർക്കുന്നത്. കാലുകുത്താൻ സ്ഥലമില്ലാത്ത വിധം മുഴുവൻ കാണുന്ന എല്ലാ സ്ഥലങ്ങളും ടെന്റുകൾ, അത് ഈ പ്ലാസ്റ്റിക്കിന്റെ ടെന്റുകളാണ്. പ്ലാസ്റ്റിക്കിന്റെ ടെന്റിന്റെ പ്ലാസ്റ്റിക് പോലും വാങ്ങിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയാണ് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അപ്പോ ഈ പ്ലാസ്റ്റിക് ടെന്റ് വാങ്ങിച്ചിട്ട് ചെറിയ ചെറിയ കൂടാരങ്ങൾ പോലുള്ള ടെന്റുകൾ ഉണ്ടാക്കുകയും അതിനകത്ത് ഏകദേശം ഒരു ടെന്റിനകത്ത് നോക്കുമ്പോൾ ഏകദേശം ഒരു 10 മുതൽ 20 പേരൊക്കെയാണ് അത് കഴിയുന്നത്. പല സമയങ്ങളിലായിട്ട് കഴിയേണ്ടി വരുന്നത് അങ്ങനെയാണ്. നല്ല തണുപ്പാണ്. തണുപ്പ് തുടങ്ങിയിരുന്നു. നവംബർ കഴിയുമ്പോഴേക്ക് നല്ല തണുപ്പ് തുടങ്ങിയിരുന്നു. ഏറ്റവും പ്രധാന പ്രശ്നം ഈ അവിടെ ഒരു വെള്ളം മൊത്തമായി തന്നെ ആ യുദ്ധം തുടങ്ങിയ ശേഷം ഗസയിലേക്കുള്ള കുടിവെള്ളം മുഴുവൻ ഈ ഇലക്ട്രിസിറ്റി, ഈ പറഞ്ഞ പവർ പ്ലാന്റുകളൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ വെള്ള ശുദ്ധീകരണശാലകളൊന്നും വർക്ക് ചെയ്യത്തില്ല. അപ്പൊ വെള്ളത്തിന്റെ സപ്ലൈ ഉണ്ടാവില്ല. ഈ കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ പിന്നെ ഭക്ഷണം പാകം ചെയ്യാനുള്ള ഒരു സംവിധാനം അവിടെ ഇല്ല. വിറക് വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ധനം കിട്ടത്തില്ല. കമ്മ്യൂണിക്കേഷൻ, നമ്മളവിടെ എത്തി കഴിഞ്ഞ പിന്നെ ഒരു കമ്മ്യൂണിക്കേഷനും വാസ്തവത്തിലില്ല. അത് ഒരു സംഘടനയ്ക്ക്, UN അടക്കമുള്ള ഒരു സംഘടനയ്ക്കും സാറ്റലൈറ്റ് ഫോണുകൾ ഒഴികെയുള്ള ഒരു കമ്മ്യൂണിക്കേഷനും സാധ്യമല്ല. ഇങ്ങനെ ജീവിതം വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രാകൃതമായ നിലവാരത്തിലേക്കാണ് വാസ്തവത്തിൽ അവിടെ ജീവിതം. ഡോക്ടർ സന്തോഷ് കുമാർ, ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിലാണല്ലോ താങ്കൾ അവിടെ എത്തിയത്.